നമസ്കാരം ഗൈസ്. ഇന്നിപ്പോൾ കേരളത്തിൽ ഏറ്റവും വലിയ ചർച്ചയായിരിക്കുന്നത് ആരാണ് കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് തന്നെയാണ് ഞാൻ രണ്ടുപേർക്ക് സംസാരിക്കേണ്ട ആഗ്രഹിക്കുന്നത്. പറഞ്ഞു വരുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇറക്കാനായ ഒരാളെന്ന് പറയുന്നത് ശ്രീ വി ഡി സതീശനാണ്. എൻ്റെ മനസ്സിലും അത് തന്നെയാണ് വരുന്നത്. കാരണം കഴിഞ്ഞ 5 വർഷമായി ഛിന്നഭിന്നമായി കിടന്ന UDFലെ മുഴുവൻ ആളുകളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയൊരു ടീമിനെ അതിശക്തമായ രീതിയിൽ പാർട്ടിയുടെ നെടുന്തൂണായി മുന്നിൽ നിന്നുകൊണ്ട് നയിച്ച് അണികൾക്ക് ആത്മവിശ്വാസം പകർന്ന് UDFനെ വൻ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ച ഒരു നേതാവാണ് ശ്രീ വി ഡി സതീശൻ എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം നമ്മളെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇത്രയും ഒരു ശക്തനായ നേതാവ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോഴും കോൺഗ്രസ്സിൽ ഉറച്ച തീരുമാനം എടുക്കാൻ മേലാത്തത് എന്നുള്ളത് എനിക്കറിയത്തില്ല, അല്ലെങ്കിൽ നമുക്കറിയത്തില്ല. ഇവർ പറയുന്നത് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് പറയുന്നു. രമേശ് ചെന്നിത്തലയുടെ പേര് കേൾക്കുന്നു, ശ്രീ വേണുഗോപാലിൻ്റെ പേര് കേൾക്കുന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ജനങ്ങൾക്കൊരു ആശങ്കയായി. കാരണം പണ്ടും ജനങ്ങൾ UDFനെ കുറിച്ച് പറയുന്നൊരു പരാതി ഇതാണ്, അധികാരത്തിൽ വന്ന പിന്നെ തമ്മിത്തല്ല് തുടങ്ങുകയാണെന്നുള്ളതാണ്. ഇപ്പോഴും നമുക്കും മനസ്സിലാകാത്തൊരു കാര്യമാണ്. മറ്റുള്ള ആളുകൾ ചിന്തിക്കുന്ന പോലെ തന്നെ തമ്മിത്തല്ലാണോ, എന്താണ് ഇതിൽ ഫൈനൽ തീരുമാനം വരാത്തത്? അഥവാ ഉണ്ടെങ്കിൽ ഞാനുൾപ്പെടെ നമ്മളെല്ലാം എക്സ്പെക്റ്റ് ചെയ്യുന്നത് ശ്രീ വി ഡി സതീശനാണ്. കാരണം മറ്റൊന്നുമല്ല, വളരെ എനർജറ്റിക്കായി നിന്നുകൊണ്ട് വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം നയിച്ച അല്ലെങ്കിൽ അദ്ദേഹം എടുത്ത ഒരു ഇഫോർട്ടാണ് ഈ ഒരു വിജയം. അതിലുപരിയായിട്ട് UDF മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊരു വലിയ UDF തരംഗമൊന്നുമല്ല. കാരണം ശ്രീ പിണറായി വിജയനോടും വിവരമില്ലാത്ത ശ്രീ MM മണിയോടുമൊക്കെയുള്ള ജനങ്ങളുടെ അതൃപ്തിയാണ് ഈ ഭരണത്തിലെ LDFൻ്റെ വീഴ്ച. അതാണ് ജനങ്ങൾക്ക് ഇത്രയും വെറുപ്പ് തോന്നിയത്. കാരണം LDF വരും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞിട്ട് മദ്യഷാപ്പുകളും ബിവറേജസും ഒക്കെ കൂടിയതല്ലാതെ, അതുപോലെ തന്നെ അക്രമങ്ങൾ, കുത്ത് തുടങ്ങിയ ഗുണ്ടായിസൊക്കെ കൂടിയതല്ലാതെ ഇതിനൊന്നും ഒരു അറുതിയില്ലായിരുന്നു, കുറവ് വരുന്നില്ലായിരുന്നു. അത് മടുത്തിട്ട് സ്ത്രീകളുടെയും കുടുംബമായിട്ട് ജീവിക്കുന്ന ആളുകളുടെയും രാഷ്ട്രീയം നോക്കാതുള്ള വോട്ടാണ് UDFന് ഇത്രയും വൻ ഭൂരിപക്ഷം ലഭിച്ചതെന്ന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് പ്രിയ UDF സുഹൃത്തുക്കളെ, തമ്മിലടി നിർത്തി മാതൃകാമായ ഒരു ഭരണം ജനങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ചാൽ ഇനിയും നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ വൻ നാശമായിരിക്കും വീണ്ടും നിങ്ങൾക്ക് വരുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഉറച്ച ഒരു തീരുമാനത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് വി ഡി സതീശനായിരിക്കും അടുത്ത മുഖ്യമന്ത്രി. അദ്ദേഹം തുടങ്ങി വെച്ചിരിക്കുന്ന പ്രവൃത്തികളെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് തന്നെ ചാൻസ് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്കും പറയാം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ. കാണാൻ വേണ്ടി അടുത്ത വീഡിയോയുമായി അതുവരേക്കും ബൈ ബൈ.